ഒത്തിരി സിനിമയിലേക്ക് വരുന്ന ഒത്തിരി ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ. ആദ്യമൊക്കെ നമുക്ക് വലിയ വിലയൊന്നും തരില്ല, ഐ മീൻ നമ്മളൊന്ന് മാറ്റി നിർത്തും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ടും ഞമ്മളെ ആ സിനിമയിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല കേട്ടോ, അതല്ലാതെയുള്ള പബ്ലിക് ഒന്നും അല്ല, സിനിമയിലുള്ള കുമ്പളങ്ങി നൈറ്റ്സ് ടീം അല്ല, അതല്ലാതെയുള്ള സിനിമയിലുള്ള കുറച്ച് ആൾക്കാർ, എല്ലാരെയും പറയാൻ പറ്റില്ല, ചില ടെക്നീഷ്യൻസും ചില കൺട്രോളേഴ്സും ചില നമുക്ക് അധികം വില തന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് നമ്മളെ മോശക്കാരായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഭാഗ്യവശാൽ എനിക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്റെ ഈഗോ അത് ഹേർട്ടായേ ഇല്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ തുടക്കക്കാരിയല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാവുന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ അതെന്തിനായിരുന്നു അന്ന് അങ്ങനെ അവർ ചെയ്തത് എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതെനിക്ക് ഇപ്പൊ അങ്ങനെ അന്ന് ചെയ്തവരെ പിന്നീട് ഇപ്പൊ കാണുമ്പോ എങ്ങനെയായിരിക്കും നമുക്കപ്പം എങ്ങനെയാ നമുക്ക് അവരുടെ മുഖത്ത് നോക്കി ഒരു സ്മൈൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് അന്ന് എനിക്കത് തോന്നിയതെന്ന് പറഞ്ഞാല്, ആ സമയത്ത് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി അന്ന് വലിയ കാര്യമായിട്ട് എന്നെ മൈൻഡ് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മീൻ ഇവൻ എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നെന്ന് ചോദിച്ചാൽ പോലും അങ്ങനെ ഒരു മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നുവെച്ചാൽ അതിന്റെ കോർഡിനേറ്റർ അല്ല, വേറൊരു ഇന്റർവ്യൂ ഡീൽ ചെയ്തപ്പോഴത്തേക്കും. അപ്പം എന്നോട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ നിന്നു. അന്ന് ഞാൻ വലിയ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ അതിനുശേഷം പ്രൊമോഷൻ വർക്കുകളൊക്കെ വരാൻ നേരത്ത് ഇവരെ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ചേച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ എന്റെ മെമ്മറി അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നത്. അപ്പം പക്ഷെ എനിക്ക് അവരോട് ചിരിക്കുക എന്നല്ലാണ്ട് എനിക്ക് വേറെ അവരോടൊന്നും ചെയ്യാനില്ല. പക്ഷെ അവര് ഇതുപോലെ ഒത്തിരി ആൾക്കാരെ കാണുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡീൽ ചെയ്യാൻ നല്ലോണം അറിയാവുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവുമോ അങ്ങനെ ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് ചിരിച്ച് ഇപ്പോഴും നിൽക്കുന്നു, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ അടുത്ത മൂവി ചോദിച്ചു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ചെയ്തിട്ടുന്ന റോഷാക്ക്, അതിനെ കുറിച്ച് ചോദിച്ചാലോ? റോഷാക്കിൽ ഒരുപാടുണ്ട്. ആണോ? ഒരുപാടുണ്ട്. അതിലിപ്പോ ഏത് പറയും ഞാന്? എന്നാ ഒരു 2-3 പറഞ്ഞു, ഒരുപാടുണ്ടെങ്കിൽ ഒരു 2-3 ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാന് ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയോട് സംശയങ്ങൾ ചോദിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ മമ്മൂക്കയുടെ ഭയങ്കര ക്ലോസ് റേഞ്ച് ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്കിത് ലെൻസ് ഏതാന്ന് മനസ്സിലാവണില്ല, എനിക്ക് അങ്ങനത്തെ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാവും. അപ്പൊ ഞാനിങ്ങനെ നോക്കി, നമുക്ക് ചിലപ്പോ കാണാൻ പറ്റും ഏതാ ലെൻസ് എന്താന്നൊക്കെ മനസ്സിലാവും. ഇവര് ആ ലെൻസ് എടുക്കുക, 40 എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് അങ്ങനെ പറയണ കേട്ടില്ല. അപ്പം ഒരുമാതിരി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, പക്ഷെ ഏത് ലെൻസ് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ നമുക്ക് ഏത് ലെൻസ് നമുക്ക് എടുക്കണേന്ന് ചോദിച്ചു. നമുക്ക് ഇത് 100 എന്ന് പറഞ്ഞു. അപ്പൊ 100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ലെൻസ് ഏതാണ് എന്ന് ചോദിച്ചു. നമുക്ക് അത് പല റേഞ്ച് ഉണ്ട്, നീ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ നല്ല ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് ഏതാ? അത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു 100 എത്ര വരെ കിട്ടൂടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് 100, 120 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ 120 ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ചോദിച്ചപ്പോൾ നമുക്ക് നിനക്കെന്താ ഇത്ര വലിയ ക്യൂരിയോസിറ്റി, ഡിറക്ഷൻ വല്ല താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് പിന്നെ അപ്പൊ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കണം വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ പറഞ്ഞു, അഭിനയിച്ചാ മതി, അഭിനയിച്ചൊക്കെ പോട്ടെ, ഡിറക്ഷനൊക്കെ ചെയ്യാൻ നിന്നാലേ കുറെ സമയമൊക്കെ എടുക്കും, ഇപ്പൊ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, എന്റെ പ്രതീക്ഷ എല്ലാ പ്രതീക്ഷയും പോയി. ഞാനിങ്ങനെ ശരി ഓക്കെ. പിന്നെ ഞാൻ സംശയം ചോദിച്ചിട്ടില്ല. പിന്നെ അഭിനയത്തെ പറ്റി അല്ലാണ്ട് വേറൊരു ടെക്നിക്കൽ സംശയങ്ങളൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ശരിക്കും അങ്ങനെ ഡിറക്ഷൻ താല്പര്യം ഉണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അതെന്റെ ഒരു പെട്ടെന്നൊരു തോന്നലല്ല ഞാൻ ചെയ്തത്. പക്ഷെ എഴുത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണ്. എഴുത്ത് എനിക്ക് താല്പര്യമുള്ളതാണ്. സ്ക്രിപ്റ്റ് എഴുതും. അറിയത്തില്ല എപ്പോഴെങ്കിലും, പക്ഷെ എന്താ മുളയിലേ നുള്ളുക എന്ന് പറഞ്ഞ പോലെ മമ്മൂക്ക അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ മിക്ക ഉദ്ദേശിച്ചത് നമ്മള് ആക്ടിങ്ങിൽ ഇപ്പൊ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഞാനതിങ്ങനെ ഒരു പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോ അയ്യോ വേണ്ടിയിരുന്നില്ല, ചോദിക്കണ്ടായിരുന്നു തോന്നിപ്പോയി. ഓക്കെ, ഇനി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ റിലീസ് ആവാൻ പോണത് വിവേകാനന്ദൻ വൈറലാണ്, ആ ഒരു മൂവിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺടോൾഡ് സ്റ്റോറി ഷൈൻ തന്നെ ആയിരിക്കും. ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇയാളൊന്ന് മിണ്ടാണ്ടിരുന്നായിരുന്നെങ്കിൽ മനുഷ്യനൊന്ന് വർക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഓവർ എന്താ പറയാ
ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ ഓരോ സംസാരിച്ച് കാട് കയറിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ മാറിപ്പോകും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ഷൈൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷെ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ, പറഞ്ഞ അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ മുളന്തിരുത്തിയിൽ നിന്നും ഇത്ര ഈ അമ്മയ്ക്കും അച്ഛനെയും കൊണ്ട് എറണാകുളത്തേക്ക് വന്ന് ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്ന എവിടെയാ? പാലച്ചുവട്, കാക്കനാട്. അപ്പൊ അങ്ങോട്ടൊരു വീട് വാങ്ങി അവിടെ താമസിച്ചപ്പോൾ മുളന്തുരുത്തിയിൽ നിന്നും 2 വണ്ടി നിറയെ ചെടികളായിട്ടാ വന്നെന്ന് പറഞ്ഞു. ആ ചെടികളൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ ഇപ്പോഴും ഉണ്ട്. അച്ഛനാണോ അമ്മയാണോ പ്ലാന്റ്സ് ഒക്കെ? അമ്മയാണ്. ആ സമയത്ത് ഒരുപാട് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള നെയ്ബർ ഒരു ചേച്ചിയുണ്ട്, ശൈലജ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഭയങ്കര പ്ലാന്റ് ലവറാണ്. ചേച്ചിയിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. എനിക്ക് ഒരുമാതിരിപ്പെട്ട ചെടികളുടെ പേരൊക്കെ എനിക്ക് അറിയാം. അപ്പം ഇപ്പൊ കുറെയൊക്കെ മറന്നുപോയി. എന്നിട്ട് ചേച്ചിയുടെ കുറെ ചെടികൾ വാങ്ങിച്ച് അതിനെയൊക്കെ ഇങ്ങനെ പരിപാലിച്ചാണ് കൊണ്ടുവന്നത്. ഞാൻ കുറെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതൊന്നും നോക്കാൻ പറ്റാണ്ടായി. അപ്പൊ അമ്മ ഇതെല്ലാം ഏറ്റെടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കനകം കാമിനി ഷൂട്ട് നടക്കുമ്പം മൂന്നാറിലേക്ക് സോങ് ഷൂട്ടിന് പോണ വഴി മുഴുവൻ ഞാൻ വണ്ടി നിർത്തും. വണ്ടി നിർത്തിയിട്ട് ഓരോന്നിന്റെ കമ്പ് ഞാൻ പോയി ചോദിക്കുകയൊക്കെ ചെയ്യും, ചേച്ചി ഒരു കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കൊച്ചു മറ്റേ സിനിമയിലുള്ളതല്ലേ, 2 കമ്പെടുത്തോ എന്ന് പറഞ്ഞ് കമ്പൊക്കെ തരും. പക്ഷെ അത് എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ പോണ വഴിയില്ലേ, 2 ദിവസത്തെ ഷൂട്ടാണ്, ഈ വാടി പോയാലോ, ഞാൻ കുപ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ച് ഞാൻ ഹോട്ടലിലെ ആളോട് പറയുന്നുണ്ട്, കുറച്ച് ചെടികൾ റൂമിലുണ്ട്, പേടിക്കൊന്നും വേണ്ട, ടോക്സിക് ആയിട്ടുള്ള ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരും. തിരിച്ചു വരുമ്പോൾ ഹോട്ടലിലുണ്ടെങ്കിൽ അവരോടും ചോദിച്ചാൽ അവിടെ 2 ചെടി പറിച്ചോണ്ടാണ് വരിക. എന്നിട്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ട് പ്ലാൻ ചെയ്യാറുണ്ടോ? വീട്ടിലെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ട് പ്ലാൻ ചെയ്യും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായിട്ടുള്ള ഒരിടം കണ്ടെത്തിയ നടിയാണ് ഗ്രേസ് ആന്റണി. സ്വാഭാവിക അഭിനയം കൊണ്ട് സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത നടിയായി വളർന്ന ഗ്രേസിനെ കൽപ്പന, ബിന്ദു പണിക്കർ എന്നിവർക്കൊപ്പമാണ് പ്രേക്ഷകർ സ്ഥാനം കൊടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. പലപ്പോഴും തന്റേതായ നിലപാടുകൾ തുറന്നു പറയുന്ന താരം കാലങ്ങളായി ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന തുല്യവേതനത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ഒരിക്കലും തുല്യവേതനം ചോദിക്കാൻ പറ്റില്ല എന്നാണ് ഗ്രേസ് പറഞ്ഞത്. നായകന് ഇത്ര പ്രതിഫലം കൊടുത്തു, എനിക്കും ഇതേ പ്രതിഫലം വേണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിർമ്മാതാക്കൾ ചോദിക്കും, താങ്കളുടെ പേരിൽ ഈ പടം വിറ്റുപോകുമോ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. കാരണം ആ പടം വിറ്റുപോകാനുള്ള സോഴ്സും കാരണങ്ങളും എല്ലാം കാണുന്നത് ആ നടനിലാണ്. ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ കാരണം സംവിധായകൻ, രചയിതാവ്, പ്രൊഡക്ഷൻ എന്നിവർ അതിനൊരു സെല്ലിംഗ് പോയിന്റ് കണ്ടിട്ടുണ്ടാകും. സിനിമ ഒരു ബിസിനസ് ആണല്ലോ എന്നും താരം പറയുന്നുണ്ട്. അതുമാത്രമല്ല, സിനിമയിൽ ആദ്യകാലത്തൊക്കെ പല നടിമാർക്കും നടന്മാർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. പലരും അവരോട് മോശപ്പെട്ട് സംസാരിക്കാം, പെരുമാറാം, മോശം രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാകാം, ഈഗോ ഉണ്ടാകാം. അതെല്ലാം ഗ്രേസ് ആന്റണി ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. താൻ വന്ന സമയത്ത് തന്നോട് പലരും വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അപമര്യാദയായിട്ടാണ് പെരുമാറിയത്. താൻ ചോദിക്കുന്നതിനൊന്നും കറക്റ്റ് ഉത്തരം പറയില്ല, അവളോട് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എന്തെങ്കിലും പറഞ്ഞു നിർത്താം എന്ന രീതിയിലൊക്കെ ആയിരുന്നു. എന്നാൽ തനിക്ക് അന്നൊന്നും ഇത് മനസ്സിലായില്ല എന്നും, ഇപ്പോൾ പലരും തന്നോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അന്നെല്ലാം തന്നോട് മോശമായിട്ടാണ് ആളുകൾ പെരുമാറിയതെന്ന് ഇപ്പോഴാണ് താൻ തിരിച്ചറിയുന്നത് എന്നുമാണ് ഗ്രേസ് പറഞ്ഞത്.